ഹേ ഗായ്സ്, ഹാപ്പി വിഷു. എല്ലാവർക്കും ഹാപ്പി വിഷു നേരുന്നു. അപ്പോൾ ഇത് കുറച്ച് ലേറ്റായി പോയൊരു വീഡിയോ ആണ്. പക്ഷേ ഇന്ന് തന്നെ ഞാനിത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കണമെന്ന് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അതെന്തായാലും സാധിച്ചു. ഇതിപ്പോൾ രാത്രിയിലാണ് കേട്ടോ ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. പകൽ ഫുള്ള് എടുക്കുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ലാസ്റ്റ് ഇപ്പോൾ വോയിസ് ഓവർ മാത്രം ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വിഷു കണി ഒരുക്കുന്ന വീഡിയോ ഞാൻ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് വിഷസൊക്കെ അറിയിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ പറയുന്നു, ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നല്ല വിഷുക്കാലം എല്ലാവർക്കും നേരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി കാണുക കേട്ടോ. അപ്പോൾ ഞാൻ വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് വിളക്കിലൊരുക്കി വിളക്കൊക്കെ കത്തിച്ച് എല്ലാം റെഡിയാക്കുക കേട്ടോ. നീലൂട്ടനെ കണി കാണിക്കണം, പിന്നെ ചേട്ടായിയെ വിളിച്ചുണർത്തണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ദാ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ പിന്നെ ഇതിൻ്റെയൊന്നും കാര്യം എനിക്കില്ലായിരുന്നു. ഈ ഒരു റോള് അമ്മ ഏറ്റെടുക്കുമായിരുന്നു. അമ്മ രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് അമ്മ 4 മണിക്കെന്തോ എണീക്കുമെന്ന് തോന്നുന്നു കേട്ടോ. 4 മണിക്ക് എഴുന്നേറ്റ് ക്ലീനൊക്കെ ആക്കിയിട്ട് വിളക്കൊക്കെ കത്തിച്ച് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് അപ്പോഴത്തേനും ഒരു 5 മണിയൊക്കെ ആവാറാവും. 5 മണിയാകുമ്പോൾ കറക്റ്റ് എന്നെ വന്ന് വിളിക്കും കേട്ടോ. കണ്ണ് പൊത്തി ആദ്യമേ വിളിച്ചിട്ട് കണ്ണ് തുറക്കരുത്, കണ്ണടച്ച് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് കണിയൊക്കെ കാണിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം അത് എൻ്റെ റോളായിട്ട് മാറി. അപ്പം ഇനിയിപ്പം വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് നീലൂട്ടനെ ഉണർത്തി കണ്ണ് തുറക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ കണി കാണിക്കണം. ഉറക്കത്തിൽ ഇനി നിർബന്ധമായിരിക്കുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇനി നോക്കാം. പിന്നെ ഞാൻ അടുത്തത് ഇതാ ഈ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, നമ്മുടെ സാമ്പ്രാണിയുടെ സ്റ്റിക്ക്, ചന്ദനത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. പക്ഷേ നല്ല മണം കേട്ടോ. പക്ഷേ ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് കത്തി അങ്ങ് പോവും. പെട്ടെന്ന് പുകഞ്ഞ് സ്പീഡിന് പുകഞ്ഞ് പെട്ടെന്ന് തീരും. അതാണ് ഇതിൻ്റെ ഒരു മൈനസ് എന്ന് പറയുന്നത്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മണമൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളുപ്പിനെ ഒരു വൈബ് കിട്ടട്ടെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കത്തിച്ച് വെച്ച് ഇതാ നേരെ നീലൂട്ടനെ കണ്ണ് തുറക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേനും നീലൂട്ടന് മനസ്സിലായി. ഞാൻ ഇന്നലെ രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, രാവിലെ നമുക്ക് കണി കാണണ്ടേ. അമ്മ രാവിലെ എണീറ്റ് കുളിച്ചിട്ട് വിളക്ക് കത്തിച്ചിട്ട് മോനെ വിളിച്ചുണർത്തും. അപ്പോൾ കണ്ണ് തുറക്കരുത്, അമ്മ വിളിക്കുമ്പോൾ കണ്ണടച്ച് വന്ന് അമ്പൂറ്റിയെ തൊഴണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ വലിയ നിർബന്ധവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ വിളിച്ചിട്ട് ഞാൻ ഉടനെ പറഞ്ഞു, കണ്ണ് തുറക്കല്ലേ കുട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ കൊണ്ടുവന്ന് കണി കാണിച്ചു. അവൻ ചൂടായതുകൊണ്ട് പെട്ടെന്നങ്ങ് കയറിപ്പോയി. പിന്നെ ചേട്ടായിയെ വിളിച്ചു. ചേട്ടായി വന്ന് കണ്ണടച്ച് വന്ന് കണിയൊക്കെ കണ്ടിട്ട് പോയി. ഞാൻ ദാ ചന്ദനം ഇടാനായിട്ട് പോവാട്ടോ. ചന്ദനം ഒന്ന് ചാലിച്ചിട്ട് ചന്ദനമൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണനെയൊക്കെ രാവിലെ കണിയൊക്കെ കണ്ടു. എല്ലാവരുടെയും വിഷു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. എല്ലാവരും വിഷുവൊക്കെ അടിച്ചു പൊളിച്ചോ, പിന്നെ കണിയൊക്കെ കണ്ടോ, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കണി ഒരുക്കിയത് ഒക്കെ പറയണം കേട്ടോ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയണം. അപ്പം ഞാൻ രാവിലെ എല്ലാവരെയും കണിയൊക്കെ കാണിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഫ്രീ ആണല്ലോ. അപ്പം ഞാൻ കഥയൊക്കെ തുറന്നിട്ടിട്ട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു മൈൻഡ് എന്താ പറയുക, റിലാക്സ് ആവുമല്ലോ. രാവിലെ ആ ഒരു സാമ്പ്രാണിയുടെ മണവും ഒരുക്കി വച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണുമ്പോഴത്തേനും നമ്മുടെ മനസ്സ് ഭയങ്കര റിലാക്സ് ആവുമല്ലോ. എന്തൊക്കെയോന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഞാനിത് പുറത്ത് അങ്ങ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ പോയിട്ട് കാപ്പിയൊന്നും എടുക്കുന്നില്ല. നേരെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വീട്ടിൽ പോകാനൊക്കെയുള്ള പ്ലാനിങ് ആണ്. പക്ഷേ ഇവിടെ ചേട്ടായി എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും, അത് ഞാൻ പറയാം, എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും 8 മണിയായി. അതുവരെ ഞാനിവിടെ ഇരുന്ന പാടെനിക്കറിയാം. 6 മണി തൊട്ട് 8 മണി വരെ. അപ്പോൾ വീട്ടിൽ പോവാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ കാപ്പിയൊന്നും എടുത്തില്ല. അമ്പലത്തിൽ നിന്ന് നേരെ അങ്ങ് നമ്മൾ ഫുഡ് കഴിക്കാതെയാണല്ലോ അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് നേരെ വീട്ടിൽ പോകാനായിട്ടൊന്നും ഞാൻ എടുത്തില്ല.
അപ്പോൾ ആ പത്രമൊക്കെ വന്നിട്ടുണ്ട്. 5 മണിയാകുമ്പോൾ ഇവിടെ പത്രം വരും കേട്ടോ. 5 മണി കഴിയുമ്പോഴത്തേന് പത്രം വരും. പത്രം എടുത്തപ്പോൾ തന്നെ നല്ലൊരു കാഴ്ചയാണ് കണ്ടത്. കണിയൊക്കെ ഒരുക്കി വെച്ചേക്കുന്ന ഒരു അടിപൊളി സംഭവമായിരുന്നു കണ്ടത്. അപ്പോൾ പറഞ്ഞു വന്നത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അമ്പലത്തിലൊക്കെ പോവാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു എനിക്ക്. അത് പറയുന്നതിന് മുമ്പ് കൈനീട്ടമൊക്കെ കിട്ടുന്നുണ്ട്. നീലൂട്ടന് കൈനീട്ടം കൊടുത്തു. നീലൂട്ടൻ കുളിച്ചില്ല കേട്ടോ. എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഉടുപ്പും പാൻറ്റും ഒന്നും ഇടിച്ചിട്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ പാൻറ്റൊക്കെ ഇടിയിപ്പിച്ചത്. അപ്പോൾ എനിക്ക് കൈനീട്ടം തരാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. താഴെ വെച്ചിരുന്ന പൈസ എനിക്ക് എടുത്ത് തരുന്നുണ്ട് അവൻ. അങ്ങനെ നീലൂട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാനും കൈനീട്ടം വാങ്ങിച്ചു. നീലൂട്ടന് കൈനീട്ടം ഞാൻ കൊടുത്തു. പിന്നെ ചേട്ടായിക്കും കൈനീട്ടം കൊടുക്കാനായിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു വിടുവാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല. അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുമായിരുന്നേ രാവിലെ എല്ലാം റെഡിയാക്കിയിട്ട് പോവാമായിരുന്നു, വന്നിട്ട് കഴിക്കുമായിരുന്നു. പക്ഷേ വീട്ടിൽ എഴുന്നേറ്റപ്പം ചേട്ടായി പറഞ്ഞു നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് കാപ്പി ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാമെന്ന്. അപ്പോഴത്തേനും ഇനിയും ലേറ്റ് ആവും. എനിക്കാണെങ്കിൽ വയറ് കരിഞ്ഞിട്ട് വയ്യ. അപ്പോൾ സാരിയൊക്കെ എടുത്ത് കേട്ടോ. സാരി എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ശടപടേന്ന് ഉടുത്തപ്പോൾ ഉണ്ടല്ലോ പെർഫെക്റ്റായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തൃപ്തിയായി കേട്ടോ സാരി ഉടുത്തത്. അല്ലെങ്കിൽ സമയമെടുത്താണ് ഞാൻ പ്ലാൻ ചെയ്ത് ഉടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല, കുളമായിപ്പോവും. അപ്പോൾ നീലൂട്ടൻ്റെ കോസ്റ്റ്യൂം ഇതാട്ടോ, മുണ്ടും ഷർട്ടും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകട്ടോ. അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ചെന്നിട്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. തിരക്ക്, വണ്ടി, ബഹളം, അങ്ങനെ കുറേ അലിക്കുലുത്തായതുകൊണ്ട് അമ്പലത്തിൽ പോയി തൊഴുതു. നല്ല രീതിയിൽ ഭഗവാനെ കണ്ട് തൊഴുതിട്ട് വീട്ടിലെത്തിയിട്ട് ഇനി ഡ്രസ്സ് മാറിയിട്ട് പെട്ടെന്ന് പോകാനായിട്ട് ഇറങ്ങും കേട്ടോ. പക്ഷേ വീട്ടിലെത്തുന്നവരെയും വിശപ്പ് സഹിക്കാനുള്ള ഒരു ഇത് ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കടയിൽ കയറിയിട്ട് നല്ല മസാല ദോശയൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. നമ്മുടെ മരുതൻകുഴിയിലുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് മസാല ദോശ പറഞ്ഞു. മസാല ദോശ ഞാനും നീലൂട്ടനും കഴിച്ചു. പിന്നെ ചേട്ടായിക്ക് പൂരിയാണ് പറഞ്ഞത്, ഭൂരി. അങ്ങനെ ചേട്ടായി ഭൂരി കഴിച്ചു. ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് കടയിൽ കയറിയപ്പോൾ നീലൂട്ടന് ഞാനൊരു കുട്ടി കാറ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. വിഷു ആയതുകൊണ്ട് അവനിത് കിട്ടുമ്പോഴല്ലേ ഹാപ്പി ആവുന്നത്. അപ്പോൾ അവനിന്ന് കൈനീട്ടം പോലെ ഞാൻ ഇതും വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അവൻ ഭയങ്കര സന്തോഷമായി. പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷമായി കേട്ടോ. കടയിൽ കയറിയപ്പോൾ ജസ്റ്റ് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി അവന് വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ വാങ്ങിച്ചു കൊടുത്തതന്നെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മോർണിംഗ് വിഷു വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അടിപൊളി ഒരു വിഷു ആശംസിക്കുന്നു.